ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ഞുപൊലി ഫാമിലി വ്ളോഗ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ജീനയാണ് കേട്ടോ. മഞ്ഞുപൊലി ഫാമിലി വ്ളോഗ്സിന് ഏറ്റവും പുതിയൊരു ട്രാവൽ വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. നമ്മുടെ ചാനൽ സ്ഥിരമായി കാണുന്ന മുത്തുമണികളാണെങ്കിൽ ഷോർട്സിൽ നമ്മൾ മുമ്പ് മറൈൻ എക്സ്പോ വിസിറ്റ് ചെയ്തതിൻ്റെ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത മുത്തുമണികളുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഓടിപ്പോയി കണ്ടോ. ഗായ്സ്, നിങ്ങൾ കാണാൻ പോകുന്നത് മറൈൻ എക്സ്പോയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ പാലായിൽ പോയ സമയത്ത് അവിടെ അടുത്താണല്ലോ, കോട്ടയം ജില്ലയിലാണ് പാല. അപ്പം നമ്മുടെ വാമ്പിയുടെ സ്വന്തം സ്ഥലം കോട്ടയാണ്. അപ്പം നമ്മൾ വാമ്പിയെ കാണാനായിട്ട് അവിടെ പോയപ്പോൾ വാമ്പി നമ്മളെ കൂട്ടിക്കൊണ്ട് പോയതാണ് ഈ മറൈൻ എക്സ്പോയിലോട്ട് കേട്ടോ. അപ്പോൾ അനീഷ് ചേട്ടൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി കവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന മുത്തുമണികളാണെങ്കിൽ കൂട്ടാക്കാൻ മറക്കണ്ട കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ചെന്ന് കയറുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഇങ്ങനെ കുറേ റോബോട്ട്സ് ആണ് കേട്ടോ. നോക്ക് എന്ത് രസമാണെന്ന് നോക്കി. നമ്മുടെ ഡോഗ്സിൻ്റെ ഷേപ്പിലൊക്കെയുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള റോബോട്ട്സിനെ അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ട്രേ ഒക്കെ പിടിച്ചുകൊണ്ട് നമ്മളെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്നത് പോലെ ക്രിസ്മസ് പപ്പാടെ വേഷമൊക്കെ ഇട്ട് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള റോബോട്ട്സിനെയൊക്കെ അവിടെ കാണാൻ പറ്റും. അതുപോലെ കുറേ കുട്ടി റോബോട്ട്സ് ടേബിളിൽ ഇരിക്കുന്നത് കണ്ടോ. ആക്ച്വലി ഡിസംബർ 22 മറ്റോ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ എക്സ്പോ എന്ന് പറയുന്നത് കേട്ടോ. ഓൾമോസ്റ്റ് ആ ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്രിസ്മസിൻ്റെതായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും ഒക്കേഷൻസും മഞ്ഞും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഗൈസ്. അവിടെയും നമുക്ക് മഞ്ഞ് കാണാൻ പറ്റിട്ടോ. അപ്പം വന്ന് കയറുന്ന ആളുകളെ വെൽക്കം ചെയ്യുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രസകരമായിട്ടുള്ള ഈ റോബോട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ അതുതന്നെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. വന്ന് കയറുന്ന കൊച്ചു കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ മുതിർന്നവരായിക്കോട്ടെ ഈ ഡോഗ്സിൻ്റെ ഷേപ്പുള്ള റോബോട്ട്സ് കാണുമ്പോൾ അവർ വളരെ എൻ്റർടൈൻഡ് ആവുന്നുണ്ട്. നോക്കി കുട്ടികളൊക്കെ അത് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾക്കും ചെന്നപ്പോൾ തന്നെ ഏറ്റവും അധികം ഇഷ്ടമായത് ആ ഡോഗ്സിൻ്റെ ഷേപ്പിലുള്ള റോബോട്ട്സിനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ റോബോട്ട്സിനെയൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ബേർഡ്സിനെയാണ് കേട്ടോ. നോക്കിയ ലോട്ട്സ് ഓഫ് പാരറ്റ്സിനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഈ പക്ഷികളെ പറ്റിയും മൃഗങ്ങളെ പറ്റിയും ഒന്നും ആധികാരികമായിട്ട് പറയാൻ എനിക്ക് അറിയില്ല കേട്ടോ. ഇത് ലവ് ബേർഡ്സ് അല്ലേ കേസ്? ലവ് ബേർഡ്സ് ആണ്. എന്ത് രസമല്ലേ കാണാനായിട്ട്. ലവ് ബേർഡ്സ് ആണോ തത്തയാണോ കേസ്? ഇതിനെപ്പറ്റിയൊക്കെ കൂടുതലായിട്ട് അറിയാവുന്ന നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അല്ലെങ്കിൽ മഞ്ഞു ഇതെന്താ ഈ പറയണേ എന്ന് നിങ്ങൾ വിചാരിച്ച് വണ്ടടിക്കണ്ട. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ലവ് ബേർഡ്സ് ആണ് കേസ്. ഇനി എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഈ കിളികളിലേക്ക് പേരെന്താണെന്ന് എനിക്കറിയില്ല. ലവ് ബേർഡ്സിന് തന്നെ വേറെ വേറെ വേർഷൻസ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷികളെ പറ്റിയും ജീവജാലങ്ങളെ പറ്റിയും കൂടുതലായിട്ട് നിങ്ങൾക്കുള്ള അറിവും പരിജ്ഞാനവും ഒക്കെ നമ്മുടെ ഈ വീഡിയോയുടെ താഴത്തെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാമായിരുന്നു എന്ന് വിചാരിച്ച് ഞാനും വായും പൊളിച്ചിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ മുത്തുമണികളോടും ഒരുപാട് സ്നേഹം. ജസ്റ്റ് ഫണ്ണായിട്ട് പറഞ്ഞാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന വിശേഷങ്ങൾ തീർച്ചയായിട്ടും താഴെ പങ്കുവയ്ക്കുക. ഗൈസ്, ഇത് എന്ത് കൈൻഡ് ഓഫ് പക്ഷിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു എനിക്ക് കാണാൻ കേട്ടോ. നിങ്ങളിതിനെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കാണാത്ത മുത്തുമണികളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടപ്പോൾ എന്ത് തോന്നി, ആ കാഴ്ചകളൊക്കെ അല്ലെങ്കിൽ ആ വിശേഷങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇതാരാണ് കേസ്? ഇതാരാണ് നമ്മുടെ എന്താ പറയുക, ഈ വലിയൊരു ഓന്തെന്നൊക്കെ വേണേൽ നമുക്ക് പറയാമല്ലേ. ഇതിൻ്റെയും പേരെന്താണെന്ന് എനിക്കറിയില്ല. അതേ ഈ കാണുന്നതിന് എനിക്ക് മനസ്സിലായി. ഇത് നമ്മുടെ മുയൽക്കൂട്ടനാണ് കേസ്. എത്ര ക്യൂട്ടാണല്ലേ കാണാൻ. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് വേറൊരു പക്ഷിയാണ് കേസ്. ഇത് 2 ഇണക്കിളികൾ ഇരിക്കുന്നു. ഇത് എന്ത് കൈൻഡ് ഓഫ് പക്ഷിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ഏത് പക്ഷി വർഗ്ഗമാണെന്ന് മനസ്സിലായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. വീണ്ടും നമ്മുടെ വിഷയിൽ പോകുന്നത് നമ്മുടെ ഡോഗ് റോബോട്ട്സിലേക്കാണ് കേട്ടോ. ഇത് കണ്ടാലും മതിയാവാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വീണ്ടും നമ്മൾ പക്ഷികളിലേക്ക് തിരിച്ചു പോവാണ് കേസ്. എന്താണ് ഇടയ്ക്ക് റോബോട്ട്? ഒരിടത്ത് പക്ഷി ഒരിടത്ത് റോബോട്ട്, ഒരിടത്ത് പക്ഷി ഒരിടത്ത് റോബോട്ട് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇടയ്ക്ക് ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പം അതിൻ്റെ ഇടയ്ക്കോട്ട് കയറി വന്നതാണ്. സത്യസന്ധമായിട്ടുള്ള കാര്യം പറയണല്ലോ. പിന്നെ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന ഈ കൊച്ചു വെളുപ്പാങ്കാലത്തായതുകൊണ്ട് അത് വീണ്ടും കട്ട് ചെയ്യാനുള്ള ഒരു ക്ഷമ എനിക്ക് ഉണ്ടായില്ല കേസ്. നിങ്ങൾ എന്നെ മനസ്സിലാക്കണമേ. അപ്പോൾ വെറൈറ്റീസ് ഓഫ് പാരറ്റ്സും ബേർഡ്സും ഒക്കെ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കുറേ കൂടുകളിൽ അവരെയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനെയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് വിഷമമാണ് കേസ്. കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞാലും എന്താ പറയുക, ബന്ധുര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ എന്ന് പറയുന്നത് പോലെ അങ്ങനെ തന്നെയല്ലേ പഴഞ്ചൊല്ല്. അതായത് സ്വർണ്ണവർണ്ണ കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെയല്ലേ എന്നാണ് എനിക്ക് തോന്നിയത്. ഗൈസ്, അതിനുശേഷം നമ്മൾ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയിലോട്ടാണ്. നോക്കൂ ഗൈസ്, നോക്കൂ ഇത് എന്താണ്, നോക്കൂ മക്കളെ നോക്ക്. നമ്മളിനി കടന്നു പോകുന്ന ഒരു അണ്ടർ വാട്ടർ ടണലിലേക്കാണ് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കി. അവിടുത്തെ തന്നെ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയ 2 സെക്ഷൻസിൽ ഒന്ന് ഇതാണ് കേട്ടോ. ഈ അണ്ടർ വാട്ടർ ടണലാണ്. നമുക്ക് ആദ്യം നമ്മളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇത് അണ്ടർ വാട്ടർ ടണലാണെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. പക്ഷേ നമ്മളങ്ങ് നടന്ന് ചെന്ന് അതിൻ്റെ അകത്തേക്ക് കയറി കഴിയുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഒരു അണ്ടർ വാട്ടർ ടണലാണെന്നുള്ള കാര്യം കേട്ടോ. നമ്മൾ ആദ്യം വിചാരിച്ചുകൊണ്ട് ഇത് 2 സെക്ഷനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണെന്നാണ് നമ്മുടെ അറിവില്ലായ്മയായിരിക്കാം. അതിനുശേഷം ആളുകൾ അതിനുള്ളിൽ കൂടെ നടന്ന് പോയപ്പോൾ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു ടണലാണ് കേസ്, ടണലാണ്. നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ മുമ്പ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. പക്ഷേ ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് വളരെ വണ്ടറായിരുന്നു. അപ്പോൾ നമ്മൾ വളരെ ക്യൂട്ടായിട്ട് നടന്ന്
നടന്ന് അങ്ങനെ ആ ടണലിൻ്റെ ഉള്ളിലേക്ക് പോയി ഗൈസ്. നോക്കൂ, ഏതൊക്കെയോ ടൈപ്പ് മത്സ്യങ്ങളെയാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒന്നിൻ്റെയും പേര് എനിക്കറിയത്തില്ല എന്നുള്ളത് ഞാൻ വളരെ അഭിമാന പുരസ്സരം നിങ്ങളോട് പറയുകയാണ് കേട്ടോ. അതിൽ അഭിമാനിക്കാൻ എന്തിരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ പറഞ്ഞ ഫ്ലോയ്ക്ക് അങ്ങ് പറഞ്ഞതാണ്. ഇതിൻ്റെയൊക്കെ പേരറിയെങ്കിൽ നിങ്ങൾ പറയണം. അങ്ങനെ നമ്മൾ നടന്ന് ടണലിൻ്റെ ഉള്ളിലെത്തി ഗൈസ്. നോക്കൂ, എന്ത് രസമാണ് ഈ കാഴ്ചകൾ. അതിൻ്റെ അകത്ത് നിന്ന് ഒരു ഷോർട്സ് ഷൂട്ട് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ വീഡിയോസ് എടുത്തെടുത്ത് പോയി കാഴ്ചകൾ, ഈ മായ കാഴ്ചകൾ കണ്ട് പോയപ്പം അതിൻ്റെ അകത്ത് നിന്ന് ഷോർട്സ് എടുക്കാൻ ഞാൻ മറന്നുപോയി ഗൈസ്. പക്ഷേ എൻ്റെ പുറത്തു നിന്നൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ കാഴ്ചകളൊക്കെ മുമ്പ് നമ്മൾ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത മുത്തുമണികളുണ്ടെങ്കിൽ വീണ്ടും പറയുകയാണ്, ഓടിപ്പോയി കണ്ടോണം കേട്ടോ. നോക്കൂ, ഇതിൽ ഏതെങ്കിലും മീനുകൾ നിങ്ങൾക്ക് അറിയാമോ? ഏതിൻ്റെങ്കിലുമൊക്കെ പേരറിയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോണം. ഒന്നിൻ്റെ പേരറിയത്തില്ലെങ്കിൽ എന്നെപ്പോലെ ഒന്നും നാണമൊന്നും വിചാരിക്കേണ്ട. അതൊന്നും ഒരു തെറ്റുള്ള കേസ്. നമുക്ക് എല്ലാം അറിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോന്ന് പഠിക്കുന്നത് അല്ലേ? എന്ത് രസമാണല്ലേ ഈ കാഴ്ചകൾ കാണാനായിട്ട്. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു മറൈൻ എക്സ്പോർട്ട് എക്സ്പ്ലനേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതും ഒരു വെറൈറ്റി ആയിട്ട് ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പം സീ ഗൈസ്, നിങ്ങൾ കോട്ടയത്തും കൊച്ചിയിലും ഒക്കെ ഇത്തരം കൈൻഡ് ഓഫ് മറൈൻ എക്സ്പോസ് നടക്കാറുണ്ട്. അപ്പം നിങ്ങളുടെ നിയർ ബൈ ആയിട്ടുള്ള ലൊക്കേഷൻസിൽ ഇങ്ങനെ മറൈൻ എക്സ്പോ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മിസ് ചെയ്യാതെ പോയി കാണുക. കാരണം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന കാഴ്ചകളല്ല. നമ്മുടെ നിയർ ബൈ ലൊക്കേഷൻസിൽ വരുമ്പോഴേ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇനി പോയി അണ്ടർ വാട്ടർ ഒക്കെ പോയി റൈഡ് നടത്തുന്ന ആൾക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം റിയലിസ്റ്റിക് ആയിട്ട് ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കാണാൻ പറ്റും. പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു എക്സ്പോ ഒക്കെ വന്നെങ്കിൽ മാത്രമേ ഈ മറൈൻ ലൈഫും അതിൻ്റെ ആക്ടിവിറ്റീസും ഒക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അവിടെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ തോന്നിയ ഒരു ലൊക്കേഷൻ ഇതാണ്. അടുത്തത് എന്താണെന്നുള്ളത് മുമ്പോട്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. നോക്കുക ഗൈസ്, കുറേ ബട്ടൺസ് ഇട്ടൊക്കുന്ന പോലെ കുറേ കുട്ടി മീനുകൾ. എന്ത് രസമാണല്ലേ കാണാൻ. നോക്ക് അല്ലേ, നമുക്ക് ശരിക്കും കുറേ ബട്ടൺസ് വെള്ളത്തിൽ കിടക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അത്രയും ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ആ മീമികളെ കാണാനായിട്ട്. ഈ മീമീസിൻ്റെ പേര് നിങ്ങൾക്ക് അറിയെങ്കിൽ പറയണം കേട്ടോ. ഇതാരാണ് ഗൈസ്? ഇത് ക്രാബാണോ ഗൈസ്? ക്രാബല്ലേ? ക്രാബാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അതോ അല്ലെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ജീന എന്ത് ബ്ലണ്ടറൊക്കെയാണ് പറയുന്നതെന്ന് ആരും പറയരുത്. എനിക്കറിയാവുന്നതിൻ്റെ പേരൊക്കെ ഞാൻ പറയുകയാണ് കേട്ടോ. അവിടെ ഒന്നും എഴുതി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഉണ്ടായിരുന്നോ ആവോ? ഇതെല്ലാം കണ്ട് ഞാനിങ്ങനെ കണ്ണ് മഞ്ഞളിച്ച് നടന്നപ്പം എനിക്കതിൻ്റെ ഒന്ന് പേര് നോക്കാനുള്ള സാവകാശം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. കാരണം നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് നമ്മൾ മിന്നിയെ വീട്ടിലാക്കിയിട്ടാണ് പോയത്. അപ്പം മിന്നി വഴക്കുണ്ടാക്കിയാലോ, ചെറിയ മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവളെ കൊണ്ട് പോയാൽ ശരിയാവില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാനും മനുഷ്യനും തന്നെയാണ് വാമ്പിയെ കാണാൻ പോയത്. അൺഫോർച്ചുനേറ്റ്ലി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മിന്നിക്ക് ഇത് വളരെയധികം മിസ്സിംഗ് ആയി, മിന്നി അവിടെ ഉണ്ടാവേണ്ടിയിരുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. അടുത്തതായിട്ട് എന്നെ വളരെയധികം വണ്ടറടിപ്പിച്ച, വളരെയധികം എക്സൈറ്റഡ് ആക്കിയൊരു വിഷ്വലാണ് ഗൈസ് ഇത്. ഇതെന്താണ് ഗൈസ്? മർമെയ്ഡാണ് ഗൈസ്. നമ്മുടെ മത്സ്യകന്യക, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 മത്സ്യകന്യകകൾ അവിടെ ഉണ്ടായിരുന്നു ഗൈസ്. ഈ ഒരു ഷോർട്ട് വീഡിയോ എല്ലാവരും നമ്മുടെ ചാനലിൽ കണ്ടിട്ടുണ്ടാകും കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ വീണ്ടും കാണാൻ പറയുകയാണ്. എത്ര രസമുള്ള കാഴ്ചയാണല്ലേ. അപ്പോൾ ഞാൻ ആ ഒരു ഷോർട്സിൻ്റെ ക്യാപ്ഷൻ ഇട്ട് തന്നെ അങ്ങനെയായിരുന്നു, ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ഒരു മത്സ്യകന്യകയായിട്ട് ജനിച്ചിരുന്നുവെങ്കിൽ എന്നല്ലേ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മത്സ്യകന്യകയെ കണ്ടു കഴിഞ്ഞാൽ ആർക്കാണ് അങ്ങനെ തോന്നാത്തത് ഗൈസ്? എല്ലാവരും അതിൻ്റെ അടുത്തൊക്കെ പോയി വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു, ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു, എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. മറ്റൊരു മത്സ്യകന്യകയും കൂടി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആളവിടെ പോയി റെസ്റ്റ് എടുക്കുകയായിരുന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇവർ കുറേ നേരം ഇങ്ങനെ വെള്ളത്തിനടുത്ത് കിടന്ന് കഴിയുമ്പോൾ അവർക്ക് ശ്വാസം മുട്ടുമായിരിക്കും അല്ലേ. അവർ ശ്വാസം എടുക്കാനൊക്കെ ആയിട്ടായിരിക്കും മുകളിലോട്ട് പോകുന്നത്. ഗൈസ്, അതിനുശേഷം നമ്മൾ കാണാൻ പോകുന്ന ഈ കാഴ്ച എന്ന് പറഞ്ഞാൽ കുറേ സ്വീറ്റ്സിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ. അവരതിൻ്റെ ക്യാപ്ഷൻ തന്നെ, അവരതിൻ്റെ ഹെഡിങ് ആയിട്ട് തന്നെ, ആ ഒരു കടയുടെ പേരായിട്ട് തന്നെ അവർ കൊടുത്തിരിക്കുന്നത് പഴയകാല മിഠായികൾ എന്നാണ് ഗൈസ്. ആ ഒരു പേര് അന്വർത്ഥമാക്കത്തക്ക വിധത്തിലാണ് അവിടെ കാണുന്ന ഓരോ മിഠായികൾ. നോക്കൂ ഗൈസ്, നമ്മുടെ പണ്ടത്തെ തേൻ മിഠായി, നാരങ്ങ മിഠായി, നോക്കൂ 90s എന്ന് പറഞ്ഞിട്ട് നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മിഠായി അവിടെ കാണാൻ പറ്റും. അത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അതൊരു ഷോർട്സിൽ കൂടിയാണെങ്കിലും ഞാൻ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കാം കേട്ടോ. അങ്ങനെ പഴയ കാലത്തെ ഒരുപാട് ഓർമ്മകൾ, നൊസ്റ്റാൾജിക് മൊമെന്റ്സ് അയവിറക്കാൻ പറ്റുന്ന കുറേ കാഴ്ചകൾ അവിടെ കാണുന്നുണ്ട് ഗൈസ്. ഇത് പഴയ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പേര് ഈ മിഠായികൾ കഴിച്ചിട്ടുണ്ട്? ഈ മിഠായിയല്ല ഗൈസ്, ഈ മിഠായികൾ കഴിച്ചിട്ടുണ്ട്. ഈ മിഠായികളിലൊക്കെ പേരറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യണം. കുറച്ച് മിഠായികളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയത്തില്ലാത്ത കുറേ മിഠായികൾ അവിടെയുണ്ട്. പണ്ടൊക്കെ കണ്ടു മറന്നതുപോലെ ഉണ്ട്, പക്ഷെ കാണാത്ത കുറേ മിഠായികളുണ്ട്. ഇതിൻ്റെയൊക്കെ പേരറിയാവുന്ന മുത്തുമണികൾ താഴെ കമന്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്താനുള്ള ഒരുപാട് അവസരങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ. കുറേ കാര്യങ്ങളുടെ പേര് അവിടെയുണ്ട്. കുക്കീസ് ഉണ്ട്, ചക്ക ബർഫി ഉണ്ട്, പൈനാപ്പിൾ ബർഫി ഉണ്ട്, ഓറഞ്ച് ബർഫി ഉണ്ട്, ഹാർലിക്സ് ബർഫി ഉണ്ട്, ലക്ഷദ്വീപ് ലഡു ഉണ്ട്, കപ്പലണ്ടി മിഠായി ഉണ്ട്, എള്ളുണ്ടി ഉണ്ട്, അങ്ങനെ എന്തൊക്കെയോ ഗൈസ്. ഇഞ്ച് മിഠായി, ബദാം സോണ, അങ്ങനെ കുറേ ഐറ്റംസ് ഇതൊക്കെ അവിടെ എഴുതി വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായി. മൈസൂർ പാക്ക്, മിക്സർ മിഠായിയോ ഗൈസ്. അപ്പം നമ്മൾ മിക്സർ മിഠായി ഒരു ഐറ്റം ഉണ്ടല്ലേ. അപ്പോൾ അതിനുശേഷം നമ്മൾ അവിടുന്ന് പോകുന്നത് കൊച്ചു കുട്ടികളെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന
ആസ്വദിക്കത്തക്ക രീതിയിലുള്ള കുറേ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. കുറേ കളിപ്പാട്ടങ്ങളും ടോയ്സും ഒക്കെയാണ്. കൊച്ചു കുട്ടികളെയും മാത്രമല്ല കുഞ്ഞു കുട്ടികളുടെ മനസ്സുള്ള നമ്മളെപ്പോലെയുള്ള ആൾക്കാരെയും അത് അട്രാക്ട് ചെയ്യും ഗൈസ്. അതുകൊണ്ട് ഞാനും മാമിയും കുറേ നേരം പോയി അവിടെ വായും പൊളിച്ച് നിന്നായിരുന്നു കേട്ടോ. മാമി അത് വേണോ ഇത് വേണോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനൊന്നും വാങ്ങിയില്ല. നമ്മളൊരു കണ്ണാടിയുടെ വില നോക്കി ഞങ്ങൾ ഞെട്ടിപ്പോയി ഗൈസ്. അപ്പോൾ അത്രയ്ക്കും വില അതിനുണ്ടോ എന്ന് എനിക്ക് അതിശയമായി പോയി. പക്ഷേ വളരെ ക്യൂട്ടായിട്ടുള്ളതായതുകൊണ്ട് ആ ഒരു വിലയൊക്കെ അതിനുണ്ടാവും ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഒന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലായിടത്തും ഒന്നും കാണാൻ കിട്ടുന്ന കാഴ്ചകളൊന്നുമല്ല. നമ്മൾ ഈ പള്ളി പെരുന്നാളുകൾക്കും ഉത്സവങ്ങൾക്കൊക്കെ പോകുന്ന സമയത്താണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നത് അല്ലേ. അല്ലാത്ത എല്ലാ ഷോപ്പുകളിലൊന്നും ഇതൊന്നും അവൈലബിൾ ആവത്തില്ല. ഇപ്പോൾ എല്ലാ ഷോപ്പിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കൂടുതലും ഈ പള്ളി പറമ്പിലൊക്കെയാണ് ഇങ്ങനത്തെ കാഴ്ചകൾ കാണുന്നത്. സി ഗൈസ്, മറ്റൊരു കളിപ്പാട്ടം കണ്ടോ. അനീഷേട്ടന് കളിപ്പാട്ടം കളിക്കേണ്ട പ്രായമായതുകൊണ്ട് അനീഷേട്ടൻ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും വാങ്ങിയില്ല. നിങ്ങൾ വീണ്ടും പറയാൻ കേട്ടോ. നമ്മൾ മിന്നി എവിടെ പോയാലും അങ്ങനെ അമിതമായിട്ട് സാധനങ്ങൾ മേടിച്ച് കൊടുത്ത് എൻ്റർടൈൻ ചെയ്ത് പഠിപ്പിക്കാറില്ല. കാരണം അതൊരു ഹാബിറ്റ് ആയി കഴിഞ്ഞാൽ എവിടെ ചെന്നാലും അവർക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും. മിന്നി നമ്മുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ പോലും നമ്മൾ മിന്നിക്ക് വേണ്ടി അങ്ങനെ അമിതമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല. എന്തോ ഒരു ഐറ്റം നമ്മൾ വാങ്ങിക്കൊണ്ട് പോയായിരുന്നു കേട്ടോ. അവർക്ക് കളിപ്പാട്ടങ്ങളൊന്നും അല്ലാന്ന് ഞാൻ വീണ്ടും പറയാണ്. നമ്മൾ സ്വീറ്റ്സ് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോയായിരുന്നു. അതായത് 90s സ്വീറ്റ്സ് നമ്മൾ കണ്ടല്ലോ, അതായത് പഴയ കാലഘട്ടത്തിലെ മിഠായികൾ കണ്ടല്ലോ. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മളത് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അൽവ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഹൽവ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോയ ഐറ്റംസ്. പിന്നെ അവിടെ കാണാൻ പറ്റുന്ന കുറേ ഈ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ പള്ളിപ്പെരുന്നാളും ഉത്സവം തന്നെയല്ലേ ഗൈസ് ഓർമ്മ വരുന്നത്. നിങ്ങളുടെ മനസ്സിലേക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ഫുഡ് കോർട്ടാണ് ഗൈസ്. എവിടെ പോയാലും ഫുഡ് മുഖ്യം വെക്കില്ലേ. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങ് വിശക്കും. വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് അത്ര വിശപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു പുറത്തെ സ്ഥലത്ത് ചെന്നിട്ട് ഇങ്ങനത്തെ സ്നാക്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് വിശക്കും ഗൈസ്. അങ്ങനെ ബിരിയാണി ഒന്നും വേണ്ട. എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ കുഞ്ഞു ഐറ്റംസിനോട് താല്പര്യം. അവിടെ ഐസ്ക്രീംസും ബജീസും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കഴിച്ചായിരുന്നു കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് കൊച്ചു കുട്ടികളെ എൻ്റർടൈൻ ചെയ്യുന്ന കുറേ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ പേരെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എനിക്കറിയില്ല. നമുക്ക് പോയി അതിൻ്റെ മണ്ടയിൽ കയറി ഊർന്ന് താഴേക്ക് വരാം. അതാണ് ഗൈസ് ആ ഒരു കളിപ്പാട്ടം പോട്ടെ ആ ഒരു റൈഡിൻ്റെ വിശേഷം. ഇതിനെന്തെങ്കിലും പ്രത്യേകമായ പേരുകളുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അടുത്തതായിട്ട് കാണാൻ പോകുന്നത് മറ്റൊരു വെറൈറ്റി റൈഡാണ് ഗൈസ്. ഇതിൻ്റെ ഷോർട്സ് കാണാത്ത മുത്തുമണികൾ കാണത്തില്ല, നമ്മുടെ ചാനലിൽ ഉണ്ടായിരുന്നു. ഇതങ്ങ് ആകാശത്ത് പോയി നമ്മളങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുകി നിൽക്കുന്ന പോലത്തെ ഒരു റൈഡാണ് ഗൈസ്. അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആർത്ത് വിളിക്കുന്നോ നിലവിളിക്കുന്നോ ഛർദ്ദിക്കുന്നോ ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഒന്നും കുറ്റം പറയരുതല്ലോ, അവരൊന്നും പറയാൻ പറ്റത്തില്ല. അമ്മ അതിന് പേടി തോന്നുന്ന ഒരു റൈഡായിരുന്നു ഗൈസ് അത്. വീഗാലാൻഡിലോ അല്ലെങ്കിൽ അങ്ങനത്തെ അമ്യൂസ്മെന്റ് പാർക്സിലൊക്കെ പോയിട്ടുള്ള ഗൈസിന് ഈ ഒരു ഫീല് മനസ്സിലാവും. ഞാൻ വീഗാലാൻഡിൽ പണ്ട് പോയ സമയത്ത് ഞാനത് എക്സ്പീരിയൻസ് ചെയ്തതായതുകൊണ്ട് താഴെ നിന്ന് ഞാനും മാമയും കൂടെ കയറണോ വേണ്ടയോ എന്ന് കുറേ സമയം ആലോചിച്ചു. അനീഷേട്ടനോട് ചോദിച്ചു, അനീഷേട്ടൻ നിങ്ങൾ വേണേ കയറിക്കോ, ഞാൻ കയറുന്നില്ല, ഞാൻ വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞ് അനീഷേട്ടൻ നൈസായിട്ട് എസ്കേപ്പ് ആയി ഗൈസ്. അപ്പം അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് പണ്ട് കാലത്തെ ഈ രാജാക്കന്മാർ പോകുന്ന പോലത്തെ കുറേ കുതിരകൾ അവിടെ ഉണ്ടായിരുന്നു ഗൈസ്. ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം കയറാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പക്ഷെ നമ്മൾ അവിടെ ചെന്ന സമയത്ത് ഈ ഒരു രാത്രി സമയമായിരുന്നതുകൊണ്ട് അധികം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വലിയവർക്ക് കയറാൻ പറ്റുമായിരുന്നു എന്ന് എനിക്കറിയില്ല. എല്ലാ റൈഡിലും കുട്ടികളായിരുന്നു കേട്ടോ. ഈ റൈഡൊക്കെ വെറുതെ ഫ്രീ ആയിട്ട് കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. നമ്മൾ ചെന്നത് ഒരു രാത്രി 8:30, 9 ആ ഒരു ടൈമൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോഴൊന്നും ആൾക്കാർ അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു എക്സ്പോ സ്റ്റാർട്ട് ചെയ്ത് വന്നിരുന്ന ഒരു സമയമാണ്. പിന്നെ ക്രിസ്മസ് ഒക്കേഷനൊക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും വീടുകളിൽ തിരക്കായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം അധികം ആളുകൾ അവിടെ കാണാഞ്ഞത് ആ സമയത്ത് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം വളരെ തിരക്കേറിയ രീതിയിൽ ആ ഒരു എക്സ്പോ എന്തായാലും മുമ്പോട്ട് പോയിട്ടുണ്ടാകും. കാരണം അറിഞ്ഞും കേട്ടും പിടിച്ചുമൊക്കെ ആൾക്കാർ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ എല്ലാവരും അറിയുന്നില്ല, തൊട്ടടുത്തുള്ള ആൾക്കാരെ അറിയുള്ളൂ. അതിനുശേഷമാണ് പറഞ്ഞും കേട്ടും ഈ മൗത്ത് പബ്ലിസിറ്റി വഴിയായിട്ട് ആൾക്കാർ വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ അമ്യൂസ്മെന്റ് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ സ്വീറ്റ്സ് ഷോപ്സ്, ഐസ്ക്രീം ഷോപ്സ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു ഗൈസ്. ഇടവേളകൾ ആനന്ദകരമാക്കാൻ നമുക്ക് ഇതിലൊക്കെ കയറിയ ശേഷം നമുക്ക് ഇതൊക്കെ കഴിക്കാൻ പറ്റുമായിരുന്നു. അടുത്തൊരു റൈഡ് കണ്ടോ ഗൈസ്. നമ്മൾ ഈ വീഗാലാൻഡിലൊക്കെ കാണുന്ന പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്ന റൈഡാണോ അത്? അല്ല, ഇടിക്കുന്നില്ല ഗൈസ്. ഇടിക്കാതെ മുന്നോട്ട് പോകുന്ന റൈഡാണ് കേട്ടോ. ഇതിനൊക്കെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. പേരറിയാമെങ്കിൽ നിങ്ങൾ പറയുക കേട്ടോ. ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ പേരറിയേണ്ടേ ജീന എന്നൊന്നും താഴെ ആരും കമൻറ്റ് ചെയ്തേക്കരുത് ഗൈസ്. ഇതിൻ്റെയൊക്കെ പേര് കണ്ടുപിടിച്ച് പറയണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പരീക്ഷണത്തിന് ഞാൻ മുതിർന്നില്ല. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്താണ് ഒരു ടാസ്ക്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പണി വേണ്ടേ? ഈ വീഡിയോ ചുമ്മാ കണ്ട് അടിപൊളിയാണ് ജീന, കൊള്ളാം ജീന എന്ന് പറഞ്ഞാൽ മതിയോ? ഇതൊക്കെ എന്താണ്? നിങ്ങളുടെ അറിവുകളും ഒക്കെ പങ്കുവെക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വേണ്ടേ? അപ്പം നമ്മുടെ ചാനൽ കാണുന്ന നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിന് മാത്രമല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഓരോ സപ്പോർട്ടേഴ്സിനും നിങ്ങൾക്കും ഓരോ അഭിപ്രായങ്ങൾ പറയാനും നിങ്ങളുടെ അറിവുകൾ പങ്കുവെക്കാനുള്ള ഒരു അവസരം നമ്മൾ ക്രിയേറ്റേഴ്സ് തരണം. അതറിഞ്ഞ് ഞാൻ തന്നതാണ് കേസ്, അല്ലാണ്ട് എനിക്ക് അറിയില്ലാത്തത് കൊണ്ടല്ല കേട്ടോ. എല്ലാവരും വിശ്വസിച്ചല്ലോ അല്ലേ? അപ്പം അങ്ങനെ കുറേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൈഡ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലായത് കൊണ്ട് ഞാൻ ഒന്നും മിണ്ടാതെ അവിടെ നോക്കി നിന്നു കേസ്. പിന്നെ എല്ലാ റൈഡിനും കയറുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നമ്മളതൊന്നും പരീക്ഷിക്കാൻ നിന്നില്ല. നമ്മളിങ്ങനെ കണ്ടു പോകുന്നു കേട്ടോ.
നമുക്ക് കൂടുതലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോയത് ആ മറൈനായിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളും ഒക്കെയാണ്. അത് വളരെയധികം നമ്മൾ കണ്ടു. അതിനുശേഷം ഈ പാർക്കും റൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ പലയിടങ്ങളിൽ നിന്ന് കാണുന്നതാണ്. അതുകൊണ്ട് നമുക്കത് വലിയൊരു പുതുമയായിട്ട് തോന്നിയില്ല. എല്ലാവരും വന്ന് കണ്ടും കേട്ടും പോകുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ ആകാശത്ത് പോയി എത്തിക്കുത്തി നിൽക്കുന്ന ആ ഒരു റൈഡ് ഉണ്ടല്ലോ ഗീസ്, അത് വീണ്ടും ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. എൻ്റെ ദൈവമേ, 2 പയ്യന്മാർ അവർ അലറി വിളിച്ച് അതിനകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ താഴേക്ക് വരുമ്പോൾ അവർ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവർ ചിരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ പേടി നമുക്ക് അറിയാതിരിക്കാനാണോ എന്താണെന്നറിയില്ല. അത്രമാത്രമൊന്നും അവർ അലറി വിളിച്ചില്ല കേട്ടോ. ഞാനൊരു അതിശയോക്തി പറഞ്ഞതാണ്. അവർ വളരെ എൻ്റർടൈനിങ് ആയിട്ട് അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. താഴെ നിന്ന് എൻ്റെ നെഞ്ചാണോ അവരെക്കാളും കൂടുതൽ ഇടിച്ചെന്ന് എനിക്കറിയില്ല. അതോ അവർക്കും അത്രയും പേടി ഉണ്ടായിട്ട് താഴെ വരുമ്പോൾ നമ്മൾ കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ആ സുന്ദരന്മാർ ആ ഒരു പേടിയൊന്നും കാണിക്കാഞ്ഞതാണോ എന്നറിയില്ല. പക്ഷേ ഈ 2 സെക്ഷനിലിരുന്ന് ഒരാൾ ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഇറങ്ങിയ സമയത്ത് നമുക്കത് മനസ്സിലായി. ഛർദ്ദി ദേഹത്ത് വീണതൊന്നുമല്ല, പക്ഷെ അവരവിടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആരെയും കുറ്റം പറയാൻ പറ്റില്ല കേസ്. നമ്മളാണെങ്കിൽ അതിൻ്റെ മുകളിൽ കയറി കഴിയുമ്പോൾ ചിലപ്പോൾ തല കറങ്ങുമോ ഛർദ്ദിക്കുകയൊക്കെ ചെയ്തെന്ന് വരും. സ്വാഭാവികം, മനുഷ്യനല്ലേ പുള്ളി. അപ്പോൾ അതുകൊണ്ട് നല്ല ധൈര്യമുള്ള ആൾക്കാർ മാത്രം ഇതിൻ്റെയൊക്കെ മണ്ടയ്ക്ക് കയറുക കേട്ടോ. അപ്പം അതിൽ കയറിയ ആളുകൾക്ക് സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് പറയുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ഗായ്സ്. അപ്പോൾ ഇത്തരം എക്സ്പോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യരുത്. അത് നിങ്ങളുടെ നാട്ടിൽ എവിടെയാണെങ്കിലും നിയറസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പോയി കാണാൻ ശ്രദ്ധിക്കുക. കുടുംബത്തുള്ള ആൾക്കാരെയും കൊണ്ടുപോയി കാണിക്കാൻ ശ്രമിക്കുക. കാരണം ഇതൊക്കെ ഒരു വളരെ മനോഹരമായ കാഴ്ചകളാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വീട് കിട്ടുന്ന ഏടുകളാണ്. എല്ലായ്പ്പോഴും നമുക്ക് ഇതുപോലെ ഔട്ടിങ് പോകാനോ കാണാനോ ഒന്നും പറ്റിയെന്ന് വരില്ല. പക്ഷെ കാണാൻ പറ്റുന്ന അവസരങ്ങൾ മിസ് ചെയ്യാണ്ട് ഒട്ടും നഷ്ടപ്പെടുത്താതെ നിങ്ങളത് എൻജോയ് ചെയ്യുക. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ മഞ്ഞുപോലൊരു ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിന് താഴെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങൾ ഏതൊക്കെ വീഡിയോസാണ് നമ്മളിൽ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്നുള്ള സജഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വീണ്ടും ഇതിന് താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഒരുപാട് സ്നേഹത്തോടെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് നമ്മളങ്ങ് പോവാണ് ഗൈസ്. അയ്യോ, അവർ ആകാശത്ത് നിൽക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.